ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറൊക്കെ സംസാരിക്കുമ്പോൾ ചുമ വരണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സിനെ തന്നെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ്. ഇതിൽ കണ്ടിന്യൂറ്റി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ 4 സെക്ഷൻസാണ് വരുന്നത്. കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, പാരാമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ, മീൻ വാല്യൂ തിയറം. അതിൽ കണ്ടിന്യൂറ്റി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള സെക്ഷനിൽ 3 സബ് സെക്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ ചെയിൻ റൂള്, സെക്കൻഡ് സെക്ഷൻ differentiation of implicit functions, and third section differentiation of inverse trigonometric functions. അതിലത്തെ ചെയിൻ റൂളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വിൽ ഗോ ടു ചെയിൻ റൂൾ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സാണിത്. ആദ്യത്തെ റിസൾട്ട്, വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇതുപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് റെഡിമെയ്ഡ് റിസൾട്ട്സാണിത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 5 എണ്ണം ഓൾജിബ്രായിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആൻഡ് 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². അപ്പോൾ ഈ 5 എണ്ണം ഓൾജിബ്രായിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സാണ്. ഇനി ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസാണുള്ളത്. ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവായി നമുക്ക് നോക്കാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. അതേപോലെ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഈ 6 എണ്ണമാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്. ഇനി 2 സ്പെഷ്യൽ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇങ്ങനെ 13 സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ എഴുതിയെടുത്ത് ഇതെന്തായാലും പഠിക്കണം. ഇത് കൂടാതെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച 2 റിസൾട്ടും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് റൂൾ ആൻഡ് കോഷ്യൻ റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്നുള്ളത് 2 ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള റൂളാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസിൻ്റെ ഫോർമുല ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആൻഡ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് 2 ഫങ്ഷൻസിൻ്റെ കോഷ്യൻറ്റിനെ u/v എന്ന ഫോമിലിരിക്കുന്ന ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ ഈ ഫോമിലിരിക്കുന്ന ഫങ്ഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഡെറിവേറ്റീവ് ഓഫ് u/v ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് കോഷ്യൻ റൂൾ. അപ്പോൾ ഇങ്ങനെ 15 റിസൾട്ട്സാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വേറെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്തായാലും നോട്ടിൽ എഴുതിയെടുക്കണം. അപ്പോൾ ചെയിൻ റൂളിലേക്ക് പോകാം. ചെയിൻ റൂൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇതിൻ്റെ വേറൊരു പേരാണ് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഫങ്ഷൻ 2 അതിലധികമോ ഫങ്ഷൻസിൻ്റെ ഒരു കോമ്പോസിഷൻ ആണെങ്കിൽ ആണ് നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻസിൽ ഇപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് x² എന്ന് പറയുന്ന ഫങ്ഷൻ്റെയും സൈൻ എക്സിൻ്റെയും കൂടെ കോമ്പോസിഷനാണ്. ഇപ്പോൾ ഈ ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ റൂട്ട് എക്സ് ഉണ്ട്, ടാൻ എക്സ് ഉണ്ട്, സീക്ക് എക്സ് ഉണ്ട്.
അത് മൂന്നും കൂടെ കോമ്പോസിഷൻ എടുത്തിരിക്കുന്ന ഫംഗ്ഷനാണ് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. അപ്പോൾ ഇങ്ങനെ വരണ ഫംഗ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആ ചെയിൻ ഓഫ് ഫംഗ്ഷൻസിനെ ഓർഡറിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ പേര് y = സൈൻ എക്സ് സ്ക്വയർ എന്നെഴുതി തുടങ്ങാം. നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് dy/dx എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ y = സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഏതൊക്കെ പ്രോസസ്സിൽ കൂടെ ഇവിടെ അണ്ടർഗോ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ സ്ക്വയർ ചെയ്തു, എന്നിട്ട് സൈൻ എടുത്തു. അപ്പോൾ സ്ക്വയർ ചെയ്യുക എന്നൊരു ഓപ്പറേഷൻ, സൈൻ എടുക്കുക എന്നുള്ള ഓപ്പറേഷൻ അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓപ്പറേഷൻസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിഫറൻസിയേഷനും 2 പ്രാവശ്യം ചെയ്യണം. അതായത് ആദ്യം സ്ക്വയർ ചെയ്തു, പിന്നെ സൈൻ എടുത്തു. അവസാനം ചെയ്ത ഓപ്പറേഷനിൽ നിന്നാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുക. അതായത് സ്ക്വയർ ചെയ്തു, സൈൻ എടുത്തു. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സൈൻ എക്സ് ആയിരുന്നുവെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്നാണ് ആലോചിക്കുക. അപ്പോൾ dy/dx എഴുതാൻ തുടങ്ങുമ്പോൾ സൈൻ എക്സ് സ്ക്വയറിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സൈൻ എക്സ് ആണെങ്കിൽ എന്താ ഡെറിവേറ്റീവ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് എക്സ് സ്ക്വയർ. ഇത്ര മാത്രം ചെയ്താൽ പോരാ. ഇനി അടുത്ത ഫംഗ്ഷൻ, അതായത് എക്സിനെ പിന്നെ ആദ്യം ചെയ്ത ഓപ്പറേഷൻ സ്ക്വയർ ചെയ്യുക, അതായത് എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ ആയിട്ടുണ്ടത്. അതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഇവിടെ ആൻസർ വരിക 2x × കോസ് ഓഫ് എക്സ് സ്ക്വയർ. 1-2 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞിട്ട് ഇനിയും ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് രീതി ഒന്ന് മാറ്റി പിടിക്കാം. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടാൻ ഓഫ് 2x + 3. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് y = എന്ന് പറഞ്ഞ ഫംഗ്ഷന് y എന്ന പേര് കൊടുക്കുക. y = tan 2x + 3. അപ്പോൾ ഇവിടെ x എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എക്സിനെ × 2 ചെയ്തു, +3 ചെയ്തു, എന്നിട്ട് ടാൻ എടുത്തു. എന്തായാലും അവസാനം ചെയ്ത ഓപ്പറേഷൻ ടാൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ dy/dx ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ dy/dx = അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ടാൻ എക്സ് ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ആദ്യം ആലോചിക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² x ആണ്. അപ്പോൾ ടാൻ എക്സിന് പകരം ഇവിടെ വേറെ ആളാണുള്ളത്. അപ്പോൾ നമ്മൾ ടാൻ എക്സ് ആണെങ്കിൽ sec² x. അപ്പോൾ ടാൻ 2x + 3 ആയപ്പോൾ sec² 2x + 3. ഇവിടെ നിർത്തരുത്. ഇനി എന്ത് വേണം? എക്സിന് പകരം വേറെ ആരാണോ ഇവിടെ വന്നിരിക്കുന്നത് അയാളുടെ ഡെറിവേറ്റീവിനെ കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x + 3യുടെ ഡെറിവേറ്റീവ് × 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് 2 + 3യുടെ ഡെറിവേറ്റീവ് എന്താ? 0. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2 + 0 എന്ന് പറയുന്നത് 2 × sec² 2x + 3. ഇപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോസ് ഓഫ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ തുടങ്ങുക? y = കോസ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എക്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എക്സിന് ആദ്യം സൈൻ എടുത്തു, എന്നിട്ട് കോസ് എടുത്തു. അപ്പോൾ അവസാനം എടുത്തിരിക്കുന്ന ഓപ്പറേഷൻ കോസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോസ് എക്സ് ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ആലോചിക്കാം. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x. കോസ് വൈ ആണെങ്കിൽ ഡെറിവേറ്റീവ് -sin y. കോസ് x² ആണെങ്കിൽ -sin x². അപ്പോൾ ഇവിടെ dy/dx എഴുതുമ്പോൾ കോസ് എക്സ് ആണെങ്കിൽ -sin x. അപ്പോൾ -sin, നോക്കൂ ഇവിടെ എക്സിൻ്റെ പകരം എന്താ? sin x ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുകയേ വേണ്ട. കോസ് എക്സ് ആണെങ്കിൽ -sin x. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ് ആയപ്പോൾ -sin ഓഫ് സൈൻ എക്സ്. ഇവിടെയുള്ളത് അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് വേണം? എക്സിന് പകരം ഇവിടെ ആരാണോ വന്നിരിക്കുന്നത് അയാളുടെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്.
സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിനെ കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കുട്ടികൾ വരുത്തേണ്ട ഒരു കോമൺ മിസ്റ്റേക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കോസ് ഓഫ് സൈൻ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് പകരം മൈനസ് സൈൻ ഇതിനകത്ത് തന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതും. അങ്ങനെ ചെയ്യരുത്. ഇപ്പം നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവിനെ പറ്റി ഫസ്റ്റ് സ്റ്റേജിൽ ആലോചിക്കുകയേ വേണ്ട. കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ് ആയപ്പോൾ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ്. അതിന് ശേഷമാണ് എക്സിന് പകരം എന്താണോ വന്നിരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എക്സിന് പകരം എന്താ വന്നിരിക്കുന്നത്? സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സോ ദ ഫൈനൽ ആൻസർ ഇസ്, ഒന്ന് ഓർഡറിലാക്കി എഴുതണമെന്നേ ഉള്ളൂ, മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ്. ഇവിടെ ആവശ്യമില്ലാതെ സൈൻ എക്സ് എന്നൊന്നും എഴുതരുത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് സൈൻ എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു സൈൻ എക്സ് ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇനി സൈൻ എക്സ് ആയിരുന്നുവെങ്കിൽ കോസ് എക്സ്. ഇവിടെ എക്സിന് പകരം എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് വേണം? എക്സിന് പകരം വന്ന ആളുടെ ഡെറിവേറ്റീവിനെ കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ. ഇനി എക്സിന് പകരം ആരാണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. എന്നിട്ടൊന്ന് ഓർഡറിൽ എഴുതി, അതായത് നമ്പർ ആദ്യം, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് പിന്നെ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് ആ ഒരു ഓർഡറിൽ. ഇവിടെയും അതുപോലെ തന്നെ y = tan 2x + 3. അപ്പോൾ നമ്മൾ ആലോചിക്കുക, tan x ആയിരുന്നുവെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ്? tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec square x. അപ്പോൾ tan 2x + 3ൻ്റെ ഡെറിവേറ്റീവ് sec square 2x + 3. ഇനി എന്ത് വേണം? ഇവിടെ x അല്ല, എക്സിന് പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 + 3യുടെ ഡെറിവേറ്റീവ് 0. 2 + 0 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഫൈനൽ ആൻസർ എങ്ങനെ വരും? 2. നമ്പർ ആദ്യം എഴുതുക, 2 × sec square 2x + 3. നെക്സ്റ്റ് കോസ് ഓഫ് സൈൻ എക്സ്. കോസ് എക്സ് ആയിരുന്നുവെങ്കിൽ എന്താ വരിക? മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ് ആയപ്പോൾ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ്. ഇനി എക്സിന് പകരം ഇവിടെ സൈൻ എക്സ് ആയതുകൊണ്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. എന്നിട്ട് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്തായിരുന്നു? കോസ് റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ y = കോസ് റൂട്ട് എക്സ് എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ആലോചിക്കാം, dy/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതാണ് dy/dx. അപ്പോൾ എക്സ് ഉണ്ടായിരുന്നു, റൂട്ട് എടുത്തു, കോസ് എടുത്തു, അവസാനം എടുത്ത ഓപ്പറേഷൻ കോസ് ആണ്. അപ്പോൾ കോസ് എക്സ് ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ആലോചിക്കാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ റൂട്ട് എക്സ്. കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ എക്സ് അല്ല, ഇവിടെ എക്സിന് പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിന് പകരം ഇവിടെ റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2√x. സോ ദ ഫൈനൽ ആൻസർ ഇസ്, ആകെ മൊത്തം ഈ എക്സ്പ്രഷൻ്റെ സൈൻ മൈനസ് ആണ്, ന്യൂമറേറ്ററിലുള്ളത് സൈൻ റൂട്ട് എക്സ്, താഴെ ഉള്ളത് 2√x. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? ഇതിലിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഹിയർ വി കനോട്ട് ക്യാൻസൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കോസ് റൂട്ട് എക്സ്, കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണ്. കോസ് റൂട്ട് എക്സ് ഏതാണ്? മൈനസ് സൈൻ റൂട്ട് എക്സ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് വേണം? ഈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 1/2√x ആണ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. സോ ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് 2-3 ടേംസ് ഉണ്ട്, 2-3 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ y = ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കൂ എത്ര ഫങ്ഷൻസ് വന്നിട്ടുണ്ട് നോക്കൂ. എക്സ് ഉണ്ടായിരുന്നു, അത് എക്സ് സ്ക്വയർ ആയി, കോസ് എടുത്തു, സൈൻ എടുത്തു. 3 ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനാണ്. ചെയിനിൽ 3 ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ dy/dx എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് എഴുതണം.
dy/dx ഇസ് ഈക്വൽ ടു അവസാനം എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ സൈനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്. സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ഓഫ് അകത്തുള്ള ആൾക്കാരെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, അപ്പോൾ സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ ആയപ്പോൾ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ എന്ത് വേണം? ഈ അകത്തുള്ള ആളുടെ ഡെറിവേറ്റീവ്, എക്സിന് പകരം ആരാണോ ഇവിടെ ഉണ്ടായിരുന്നത് അയാളുടെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ എഗെയിൻ ചെയിൻ റൂൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, കോസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോസ് എക്സ് ആണ് വെച്ചാൽ എന്താ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ മൈനസ് സൈൻ എക്സ് സ്ക്വയർ എന്ന് വരും. പിന്നെ എന്ത് വേണം? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവായ 2x കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദ ഫൈനൽ ആൻസർ എന്താ വരിക? എക്സ്പ്രഷൻ്റെ ആകെയുള്ള സൈൻ മൈനസ് ആണ്. നമ്പർ 2 ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എക്സ്, പിന്നെ ആരൊക്കെ ഉണ്ട്? സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇതൊന്നുകൂടെ പറയാം. അതായത് ഫംഗ്ഷൻ സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്തു, കോസ് എടുത്തു, സൈൻ എടുത്തു, 3 ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 തവണ ഡിഫറൻസിയേഷനും ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഡിഫറൻസിയേഷൻ അവസാനം എടുത്ത ഫംഗ്ഷൻ്റെ. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, അപ്പോൾ സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇതിനെ മാറ്റേണ്ട. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, അപ്പോൾ സൈൻ ഓഫ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ കോസ് ഓഫ് ദ സെയിം എക്സ്പ്രഷൻ ഇൻറ്റു. ഇനി ഇൻറ്റു ചെയ്യണം അടുത്ത ഡിഫറൻസിയേഷൻ. എക്സിന് പകരം ഇവിടെ ആരാണോ ഉള്ളത് അയാളുടെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത ഉദ്ദേശം കോസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ പിന്നെയും ആലോചിക്കുക, കോസ് എക്സ് ആണെങ്കിൽ എന്താ ഡെറിവേറ്റീവ്? കോസ് എക്സ് ആണെന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? മൈനസ് സൈൻ എക്സ് സ്ക്വയർ എന്ന് വരും. കഴിഞ്ഞോ? ഇവിടെ എക്സിന് പകരം ആരാണ്? എക്സ് സ്ക്വയർ അല്ലേ ഇരിക്കണേ. അപ്പോൾ എന്ത് വേണം? ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. സോ ദ ഫൈനൽ ആൻസർ എന്താണ്? മൈനസ് ഈ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. സോ ദാറ്റ് ഇസ് ദ ഫൈനൽ ആൻസർ. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ടാൻ റൂട്ട് എക്സ് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പം എങ്ങനെ തുടങ്ങുക? y ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതി തുടങ്ങാം. അപ്പോൾ എക്സ് ഉണ്ടായിരുന്നു, റൂട്ട് എടുത്തു, ടാൻ എടുത്തു, സീക്ക് എടുത്തു, 3 ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യണമെന്ന് ഓർക്കുക. അപ്പോൾ ആൻസർ എഴുതാൻ തുടങ്ങുമ്പോൾ dy/dx ഈക്വൽ ടു അവസാനം എടുത്തിരിക്കുന്ന ഓപ്പറേഷൻ സീക്ക് എക്സ് ആണ്. സീക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീക്ക് എക്സ് ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ആലോചിക്കുക. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. സീക്ക് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇവിടെ എന്ത് വരും? സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്. അതായത് ഇതിനെ എക്സ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ അത് തന്നെ പിന്നെയും സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു. ഇനി എന്ത് വേണം? ഈ അകത്തുള്ള ആളുടെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട്. ഇതിനെയാണല്ലോ നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചത്. അപ്പോൾ ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സ് ആണെങ്കിൽ എന്താ ഡെറിവേറ്റീവ്? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. നോക്കൂ, സീക്ക് എക്സ് ആയിട്ട് ഇതിനെ നമ്മൾ കണ്ടു. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് എഴുതി. ഇനി എക്സിന് പകരം ആരാണോ ഉള്ളത് ടാൻ റൂട്ട് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ടാൻ എക്സ് ആണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ റൂട്ട് എക്സ് ആയപ്പോൾ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം എന്താണ്? ടാൻ എക്സ് ആയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ എന്ത് വേണം? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 1/2 റൂട്ട് എക്സ്. സോ ദ ഫൈനൽ ആൻസർ എന്താ വരിക നോക്കൂ. ന്യൂമറേറ്ററിൽ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു
tan of tan root x into sec square root x the whole divided by 2 root x. So this is the final answer. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസും ബുക്കിലേക്ക് എഴുതണം, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എഴുതണം. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ വീഡിയോ കണ്ടുവയ്ക്കുക. ഇതിൻ്റെ ഒരു ചെയിൻ ആയിട്ടാണ് വരുന്നത്, കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ തന്നെ ആദ്യം കാണാം, എന്നിട്ട് അടുത്ത വീഡിയോസ് കാണാം. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിലേക്ക് എഴുതിയിട്ട് ഏത് സ്റ്റെപ്പിലാണോ സംശയം അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കൂ, ഞാനത് ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.